Hi dears, welcome back. How are you all? I hope all are fine. ഇന്ന് നമ്മളെ ചില ആളുകൾക്കെല്ലാം ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ എങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യും എന്നുള്ളത് പല ആളുകൾക്കും ഇപ്പോഴും ഒരു ഡൗട്ടായിട്ടും അതുപോലെ തന്നെ ഒരു ടെൻഷനായിട്ടും കിടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. എത്ര ഇംഗ്ലീഷ് അറിയുന്നവരും ചിലപ്പോൾ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോവാറുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് പലതും പറയാറുണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കാതെ സെന്റൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കിന്റെ രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. അതായത് ഇപ്പോൾ ഷീ വിൽ ഗോ ലണ്ടൻ ആണെങ്കിൽ നമ്മൾ ചോദിക്കും ചിലപ്പം ഷീ വിൽ ഗോ ലണ്ടൻ അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ. ആ ക്വസ്റ്റ്യന്റെ ആ ഒരു രൂപം നമ്മൾ അതിൽ ആ സെന്റൻസിൽ നമ്മൾ ആഡ് ചെയ്യും. പക്ഷെ ചോദിക്കുന്നത് എന്തായിരിക്കും, ഷീ വിൽ ഗോ ലണ്ടൻ, അവള് ലണ്ടൻക്ക് പോവാണോ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷെ ഷീ വിൽ ഗോ ലണ്ടൻ എന്ന് പറഞ്ഞാൽ അവൾ ലണ്ടനിൽ പോവും എന്നാണല്ലോ അർത്ഥം. പോവോ എന്നുള്ളത് ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്സുകൾ വരുത്തുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ചെറിയ 2 പാർട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെ മേക്ക് ചെയ്യും എന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഡു വെച്ചിട്ടും ഡിഡ് വെച്ചിട്ടും ഡസ് വെച്ചിട്ടും അതേപോലെ തന്നെ ഈസ് ആം ആർ ഒക്കെ വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതെന്താണ് ആ പഠിച്ചത്, നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും എന്നുള്ള രീതിയിലുള്ളതാണ്. എന്നാൽ അങ്ങനെ മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുള്ളൂ? അല്ല, നമുക്ക് പലതും ചോദിക്കേണ്ടതായിട്ട് വരും. എന്താണ് നീ ചെയ്യുന്നത്, എങ്ങോട്ടാണ് നീ പോകുന്നത്, എപ്പോഴാണ് നീ ഉറങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. സോ നമുക്ക് നോക്കാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ മേക്ക് ചെയ്യും. അതായത് എന്റെ ഓക്സിലറി വേർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം അത് പഠിച്ചവർക്ക് ഇത് ഈസിയാണ്. മനസ്സിലായല്ലോ? അവ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുക എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ നമ്മൾ ഷോർട്ടായിട്ട് പറയും WH ക്വസ്റ്റ്യൻസ് എന്നാ പറയാ. എന്താ പറയാ? WH ക്വസ്റ്റ്യൻസ്. അതായത് അതിനങ്ങനെ പേര് വരാൻ എന്താ കാരണം, WH കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സുകൾ, അതാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അവയെന്ന് നോക്കിയാലോ. WH കൊണ്ട് തുടങ്ങുന്നത് വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, വേർ എന്ന് പറഞ്ഞാൽ എവിടെ, വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ, വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, ഹൂ എന്ന് പറഞ്ഞാൽ ആര്, ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ, ഹും എന്ന് പറഞ്ഞാൽ ആരെ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ WH കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സുകൾ. പിന്നെ നമ്മൾ ഇത് അല്ലാത്ത ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് കണ്ട് H കൊണ്ട് തുടങ്ങുന്നത് അല്ലെ. അതെങ്ങനെയാണ്? ഹൗ, എങ്ങനെ എന്ന് പറയാൻ ഹൗ. ഈ ഹൗ കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണത്? ഹൗ മെനി, എത്ര എണ്ണം, എത്ര എണ്ണം. എണ്ണാൻ കഴിയുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ 2 ആപ്പിൾസ് 3 പെൻസ്, ഇതൊക്കെ നമുക്ക് എണ്ണാൻ കഴിയും. എണ്ണാൻ കഴിയുന്ന സാധനങ്ങളെ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഹൗ മെനി എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോൾ ഷുഗർ, നമ്മളൊരു kg ഷുഗർ അല്ലെങ്കിൽ സാൾട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കൂലേ, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളത്, അത് എത്ര എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചോദിക്കുക, ഹൗ മച്ച് എന്നാ ചോദിക്കുക. ഹൗ മച്ച് എന്ന് പറയുമ്പോൾ എത്ര അളവ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഹൗ ഓഫൻ. ഹൗ ഓഫൻ എന്ന് പറഞ്ഞാൽ എന്താ, എത്ര പ്രാവശ്യം. ഹൗ ഓഫൻ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം. പിന്നെ എന്താണ് ഹൗ ഫാർ, എത്ര ദൂരം. ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം. ദെൻ ഹൗ ലോങ്. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര സമയം. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര സമയം. അപ്പൊ എത്ര വലുപ്പം എന്ന് ചോദിക്കില്ലേ, അതിന് നമ്മൾ പറയും ഹൗ ബിഗ് എന്ന് പറയും. എത്ര വലുപ്പം എന്നുള്ളതിന് ഹൗ ബിഗ്. പിന്നെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ചോദിക്കില്ലേ, അതിന് നമ്മൾ പറയും ഹൗ ഡിഫിക്കൾട്ട്. എന്താ പറയാ, ഹൗ ഡിഫിക്കൾട്ട് എന്ന് പറയും. എത്ര വേഗം എന്ന് ചോദിക്കില്ലേ, അതിന് നമ്മൾ പറയും ഹൗ ഫാസ്റ്റ് അല്ലെങ്കിൽ ഹൗ ക്വിക്ലി എന്ന് പറഞ്ഞാൽ എത്ര വേഗം. ഇത്രയാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ്സുകൾ. ഇത് നന്നായിട്ട് പഠിക്കുക കേട്ടോ, എന്നിട്ട് വേണം ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കിയാലോ. ഷീ ഈസ് എ ടീച്ചർ. അവൾ ഒരു ടീച്ചറാണ് അല്ലെ. ഷീ ഈസ് എ ടീച്ചർ. അപ്പോ നമ്മൾ സാധാരണ എസ് ഓർ നോ ക്വസ്റ്റ്യനിൽ ചോദിക്കും അവൾ ഒരു ടീച്ചർ ആണോ എന്ന് ചോദിക്കൂ അല്ലെ.
അത് നമ്മൾ ആദ്യം പഠിച്ചതാണ്. പക്ഷെ ഇത് നമ്മൾ മറ്റേ WHO ക്വസ്റ്റ്യൻസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് ചെയ്യുക, എന്നിട്ട് എന്നാൽ വേഗം ഈസി ആയിരിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ അവളൊരു ടീച്ചർ ആണോ എന്ന് ചോദിക്കാൻ ഈസിനെ ഫസ്റ്റിലോട്ട് കൊണ്ടുവരിക, ഷീനെ സെക്കൻഡിലോട്ട് കൊണ്ടുപോവുക. ഈസ് ഷീ എ ടീച്ചർ? അവളൊരു ടീച്ചർ ആണോ? യെസ്. അപ്പോൾ നമ്മൾ എന്താ ആൻസർ പറയുക? യെസ്, ഷീ ഈസ് എ ടീച്ചർ. ഇനി അവിടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലാത്തൊരു ക്വസ്റ്റ്യന് ആൻസർ എങ്ങനെയാണ് വരിക? ഇപ്പോൾ അവൾ ആരാണ് എന്ന് ചോദിക്കുക അല്ലെ, അവൾ ആരാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അവളൊരു ടീച്ചറാണ് എന്ന് പറഞ്ഞൂടെ? അപ്പൊ നമ്മൾ ചോദിക്കും അവൾ ആരാണ് എന്നാണ് അല്ലെ. അപ്പൊ ആര് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഹൂ എന്നാ പറയുക അല്ലെ. അപ്പോ സെയിം ഈസ് ഷീ എ ടീച്ചർ എന്ന് പറഞ്ഞ ഈസ് ഷീ അതുപോലെ എടുത്ത് എഴുതുക. എ ടീച്ചർ നമുക്ക് ആൻസർ കിട്ടേണ്ട പോർഷൻ ആണ്, അതുകൊണ്ട് അത് ഒഴിവാക്കുക. അപ്പൊ ഈസ് ഷീ അവിടെ നിൽക്കട്ടെ. അതിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ആര് എന്നുള്ളത് ചേർത്ത് കൊടുക്കുക. ഹൂ ഈസ് ഷീ? ഈസി അല്ലേ? ഹൂ ഈസ് ഷീ? ഷീ ഈസ് എ ടീച്ചർ. വേറെ എക്സാമ്പിൾ നോക്കിയേ. ഇറ്റ് ഈസ് എ ഡോഗ്. നമ്മൾ പറയാണ് ഇറ്റ് ഈസ് എ ഡോഗ്. അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കും ഈസ് ഇറ്റ് എ ഡോഗ്? എന്താ ചോദിക്കാം? ഈസ് ഇറ്റ് എ ഡോഗ്? ഇതൊരു ഡോഗ് ആണോ? അപ്പോ നമ്മൾ ഇത് എന്താണ് എന്നല്ല ചോദിക്കുക. ഇത് എന്താണ്, ആരാണ് എന്ന് ചോദിക്കില്ല. നമ്മൾ എന്താണ് പേഴ്സൺ, അതിനൊക്കെയാണ് ആര് എന്ന് ചോദിക്കല്. മറ്റുള്ള ആനിമൽസും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലെ. അപ്പൊ ഇത് എന്താണ് എന്നല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അപ്പോ ഈസ് ഇറ്റ് എ ഡോഗ് എന്നുള്ളതിന്റെ ഈസ് ഇറ്റ് മാത്രം അവിടെ നിർത്തുക. എ ഡോഗ് എന്നുള്ളത് ആൻസർ വരേണ്ട ഭാഗമാണ് അല്ലെ, അത് അവിടുന്ന് ഒഴിവാക്കുക. ഈസ് ഇറ്റിന്റെ മുന്നേ ആയിട്ട് വാട്ട് ചേർത്ത് കൊടുക്കാം. സോ വാട്ട് ഈസ് ഇറ്റ്? ഇത് എന്താണ്? വളരെ ഈസിയാണ് അല്ലെ. വേറൊരു എക്സാമ്പിൾ നോക്കിയേ. That is Tom's car. That is Tom's car. അത് ടോമിന്റെ കാറാണ്. അപ്പൊ അത് ടോമിന്റെ കാർ ആണോ എന്നല്ലേ ആദ്യം എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക അല്ലെ. അപ്പോ ദാറ്റ് ഈസ് ടോംസ് കാർ എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈസ് ദാറ്റ് ടോംസ് കാർ? അത് ടോമിന്റെ കാറാണോ? ഈസ് ദാറ്റ് ടോംസ് കാർ? അത് ടോമിന്റെ കാറാണോ? അതേ സംഭവം അത് ആരുടെ കാറാണ് എന്നല്ലേ നമ്മൾ ചോദിക്കുക. നമ്മൾ അത് ആരുടെ കാറാണ് എന്നാ ചോദിക്കുക. അപ്പൊ ആരുടെ കാറാ? ടോമിന്റെ ആണല്ലേ. അപ്പൊ ആൻസർ എന്താ വരേണ്ടത്? ടോമിന്റെ കാറ് എന്നാണ് ആൻസർ വരേണ്ടത്. അപ്പോ നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ അതുപോലെ എടുത്ത് എഴുതുക. ഈസ് ദാറ്റ് അതുപോലെ എഴുതുക. ഈസ് ദാറ്റ് ആരുടെ കാറ് എന്നല്ലേ ക്വസ്റ്റ്യനിൽ വരേണ്ടത്. അപ്പൊ ആരുടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഹൂസ് എന്നാ പറയാ അല്ലെ. ഹൂസ് കാർ ഈസ് ദാറ്റ്? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? ഹൂസ് കാർ ഈസ് ദാറ്റ്? ഹൂസ് കാർ ഈസ് ദാറ്റ്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുക കേട്ടോ. ഷീ ഈസ് റീഡിങ് എ സ്റ്റോറി. ഒരു സെന്റൻസ് നോക്കുക. ഷീ ഈസ് റീഡിങ് എ സ്റ്റോറി. അവള് ഒരു സ്റ്റോറി വായിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കും ഈസ് ഷീ റീഡിങ് എ സ്റ്റോറി? അവളൊരു സ്റ്റോറി വായിക്കുകയാണോ? യെസ്, ഷീ ഈസ് റീഡിങ് എ സ്റ്റോറി. അത് ഇനി നമ്മൾ ആൻസർ എന്താ വരേണ്ടത്? എ സ്റ്റോറി എന്നുള്ളതാണ് ആൻസർ വരേണ്ടത് അല്ലെ. അവൾ എന്താണ് വായിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അപ്പോൾ അല്ലെ. സോ നമ്മൾ ഈസ് ഷീ എന്നുള്ളത് അവിടെ തന്നെ നിർത്തുക. എന്നിട്ട് എന്താണ്? വാട്ട് ഈസ് ഷീ റീഡിങ്? എങ്ങനെയാ വരിക? വാട്ട് ഈസ് ഷീ റീഡിങ്? അവൾ എന്താണ് വായിക്കുന്നത്? കിട്ടുന്നുണ്ടല്ലോ അല്ലെ. പിന്നെ നോക്കിയപ്പോ ദേ വേർ ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. അവർ പ്ലേ ഗ്രൗണ്ടിലായിരുന്നു. ദേ വേർ ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. അവർ പ്ലേ ഗ്രൗണ്ടിലായിരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും അവർ പ്ലേ ഗ്രൗണ്ടിലായിരുന്നോ? വെറുതെ ഇൻ പ്ലേ ഗ്രൗണ്ട്? എങ്ങനെയാ ചോദിക്കാം? വെറുതെ ഇൻ പ്ലേ ഗ്രൗണ്ട്. അവർ പ്ലേ ഗ്രൗണ്ടിലായിരുന്നോ? അപ്പൊ നമ്മൾ പറയും യെസ് ദേ വേർ ഇൻ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയും അല്ലെ. അപ്പോ നമ്മൾ എങ്ങനെയാ ചോദിക്കേണ്ടത്? അവർ എവിടെയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് അല്ലെ. അപ്പൊ പ്ലേ ഗ്രൗണ്ട് എന്നുള്ളത് ആൻസർ വരണം. അപ്പോ നമ്മൾ ചോദിച്ചു വേർ ദേ ഇൻ പ്ലേ ഗ്രൗണ്ട് എന്നാ ചോദിച്ചത് അല്ലെ. സോ വേർ ദേനെ അവിടെ തന്നെ നിർത്തുക. പ്ലേ ഗ്രൗണ്ട് അവിടെ നിന്ന് മാറ്റുക. അപ്പോ എവിടെ ആയിരുന്നു? എവിടെ എന്നുള്ളതിന് വേറാണ് യൂസ് ചെയ്യുക അല്ലെ. WHERE വേറാണ് എവിടെ എന്നുള്ളതിന്. അത് അതിന് തൊട്ട് മുന്നേ ചേർത്ത് കൊടുക്കുക. were they? അവരെവിടെയായിരുന്നു? they were in the playground. കിട്ടുന്നുണ്ടല്ലോ അല്ലെ. ഞാന് പിസ്സ കഴിക്കുകയാണ് കേട്ടോ. ഐ ആം ഈറ്റിംഗ് പിസ്സ. ഐ ആം ഈറ്റിംഗ് പിസ്സ. ഓക്കെ.
അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ആം ഐ ഈറ്റിംഗ് പിസ്സ, ഞാൻ പിസ്സ കഴിക്കുകയാണോ? അങ്ങനെ അല്ല, സാധാരണ ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ അല്ല ചോദിക്കുക, നമ്മൾ മറ്റൊരാൾ നമ്മളോട് ചോദിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ പിസ്സ കഴിക്കുകയാണോ എന്നല്ല ചോദിക്കുക. അപ്പൊ ആം മാറ്റിയിട്ട് നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ മാറ്റേണ്ടത്? ആർ യു എന്നുള്ളതാണ് അല്ലെ. ഐ ആം എന്നുള്ളത് ആർ യു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വരും. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എസ്വർണോ ക്വസ്റ്റ്യനിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഐ ആം ഈറ്റിംഗ് പിസ്സ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ആർ യു ഈറ്റിംഗ് പിസ്സ? എങ്ങനെയാണ്? നിങ്ങൾ പിസ്സ കഴിക്കുകയാണോ? നിങ്ങൾ പിസ്സ കഴിക്കുകയാണോ? ആർ യു ഈറ്റിംഗ് പിസ്സ? നമ്മൾ പറയും യെസ് ഐ ആം ഈറ്റിംഗ് പിസ്സ. ആൻസർ പറയും അതെ ഞാൻ പിസ്സ കഴിക്കുകയാണ്, അല്ലാതെ അതെ നീ പിസ്സ കഴിക്കുകയാണെന്ന് പറയില്ലല്ലോ. സോ ആൻസർ പറയും യെസ് ഐ ആം ഈറ്റിംഗ് പിസ്സ. അപ്പോൾ ആ ആർ യു എന്നുള്ളത് അവിടെ നിർത്തുക. നീ എന്താണ് കഴിക്കുന്നത് എന്നല്ല ചോദിക്കുക. അപ്പൊ നമ്മൾ പറയും വാട്ട് ആർ യു ഈറ്റിംഗ്? വാട്ട് ആർ യു ഈറ്റിംഗ്? നീ എന്താണ് കഴിക്കുന്നത്? ഐ ആം ഈറ്റിംഗ് പിസ്സ എന്ന ആൻസർ വരുന്നില്ലേ? വെരി ഈസിയാണ് അല്ലേ? അപ്പൊ ഇത്തരം കേസുകൾ നമുക്ക് മനസ്സിലായി. ഇതുപോലെ നമ്മൾ ഹാസ് വെച്ചിട്ടും ഹാവ് വെച്ചിട്ടും എല്ലാം ഒരുപാട് സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഹാഡ് ബീനും ഹാസ് ബീനും എല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സെന്റൻസ് നിങ്ങൾ മേക്ക് ചെയ്യുക. എന്നിട്ട് അത് ക്വസ്റ്റ്യനിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ തന്നെ മാറ്റി നോക്കുക. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം ചില മോഡൽ ഓക്സിലറീസ് യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറീസ്? ക്യാന്, കുഡ്, മേ, മൈറ്റ്, ഷോള്, ഷുഡ്, ഓട്ട് ടു, മസ്റ്റ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ മോഡൽ ഓക്സിലറീസിൽ പെട്ടതാണ് അല്ലേ? സോ നമുക്ക് ഒരു മോഡൽ ഓക്സിലറി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ഷീ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റും. ക്യാൻ ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയോ? അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കുമ്പോൾ അവൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നല്ല ചോദിക്കുക, അവൾക്ക് എന്ത് ചെയ്യാനാ കഴിയുക? അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ പറയും വാട്ട് ക്യാൻ ഷീ ഡു എന്നാ ചോദിക്കുക. വാട്ട് ക്യാൻ ഷീ ഡു? അപ്പോൾ പറയും ഷീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. കിട്ടുന്നുണ്ടല്ലോ അല്ലെ? വേറെ എക്സാമ്പിൾ നോക്കുക. ദേ വിൽ ഗോ ടു ലണ്ടൻ. അവർ ലണ്ടനിലേക്ക് പോകും. അപ്പോൾ ചോദിക്കും വിൽ ദേ ഗോ ടു ലണ്ടൻ? അവർ ലണ്ടനിലേക്ക് പോകുമോ? വിൽ ദേ ഗോ ടു ലണ്ടൻ? അങ്ങനെയാണ് ചോദിക്കുക അല്ലെ? അപ്പോൾ അവരെവിടേക്കാണ് പോകുന്നത്? അവരെവിടേക്ക് പോകും എന്നല്ല ക്വസ്റ്റ്യൻ വരിക. അപ്പൊ എങ്ങനെയാ പറയാ? വിൽ ദേ അവിടെ നിർത്തുക, അതിന്റെ മുന്നേ വേർ ചേർത്ത് കൊടുക്കുക. വേർ വിൽ ദേ ഗോ? അപ്പൊ ആൻസർ എന്താ പറയാ? ദേ വിൽ ഗോ ടു ലണ്ടൻ. വളരെ ഈസിയാണ് അല്ലെ? വേറെ എക്സാമ്പിൾ നോക്കുക. ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ മേക്കിംഗ് ഉണ്ട്. അത് നമുക്ക് ചിലർക്കൊക്കെ കുറച്ച് ടഫായിട്ട് തോന്നുന്നതാണ്. അത് നമ്മൾ ഈ രീതിയിൽ പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഈസി ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് മോഡൽസ് നമുക്ക് നോക്കിയാലോ. അവന് ഒരു കോൺഫറൻസിൽ ജോണിനെ മീറ്റ് ചെയ്തു എന്നുള്ളൊരു സെന്റൻസ് ആണെന്ന് വിചാരിക്കട്ടോ. He met John at the conference. അവനെ ജോണിനെ കോൺഫറൻസിൽ കണ്ടു. He met John at the conference. ഇവിടെ met എന്നുള്ള വേർബാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ? മീറ്റ് എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ്, V2 ഫോം ആണ് met എന്ന് പറയുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളാക്കി പറഞ്ഞു പോകുന്നത്. അപ്പോൾ മീറ്റ് കണ്ടു കഴിഞ്ഞതാണല്ലേ, പാസ്റ്റിൽ നടന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മെറ്റ് എന്നുള്ള വേർബാണ് അവിടെ യൂസ് ചെയ്തത്. അപ്പോൾ അവന് കോൺഫറൻസിൽ ജോണിനെ കണ്ടു. നമ്മള് ഇതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? അത് അവന് കോൺഫറൻസിൽ ജോണിനെ കണ്ടോ? എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരിക? അവൻ കോൺഫറൻസിൽ ജോണിനെ കണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ മെയിൻ വേർബ് വന്നിട്ടുണ്ട്. മെയിൻ വേർബ് എന്ന് പറയുന്നത് മീറ്റ്, മെറ്റ് എന്നുള്ളൊരു വേർബ് അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മെറ്റ് എന്നുള്ളത് എങ്ങനെയാണ് അതിനെ എന്തിലേക്ക് മാറ്റുക? പ്രസന്റ് ടെൻസ് അതിൻ്റെത് മീറ്റ് ആണല്ലേ. ഡിഡ് പ്ലസ് മീറ്റ് ആണ് മെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഡിഡും എന്താണ് മീറ്റും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്തായി മാറുന്നത്? മെറ്റായിട്ട് മാറുന്നത്. അപ്പോൾ ആ ഡിഡിനെയാണ് ഇവിടെ ഓക്സിലറി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഡിനെ പുറത്തേക്ക് എടുക്കുക. ഡിഡ് ഹി, പിന്നെ മെറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഡിഡ് പ്ലസ് മീറ്റ് അല്ലേ? അപ്പോൾ ഡിഡ് ഹി മീറ്റ് ജോൺ അറ്റ് കോൺഫറൻസ്? അവന് കോൺഫറൻസിൽ ജോണിനെ മീറ്റ് ചെയ്തോ എന്നാണ് ക്വസ്റ്റ്യൻ. ഡിഡ് ഹി മെറ്റ് എന്നുള്ളത് മീറ്റ് ആയി മാറും. ഡിഡ് ഹി മീറ്റ് ജോൺ അറ്റ് കോൺഫറൻസ്?
അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അവന് കോൺഫറൻസിൽ ആരെയാണ് കണ്ടത് എന്നല്ലേ ചോദിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് ചോദിക്കുക? ആരെ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ആര് എന്നുള്ള ചോദിക്കേണ്ടത്, ആരെ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ ആരെ എന്ന് പറയാൻ ഹും എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? ഹും ഡിഡ് ഹി മീറ്റ് അറ്റ് കോൺഫറൻസ്. എങ്ങനെയാണ്? ഹും ഡിഡ് ഹി മീറ്റ്. സെയിം ലൈക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ അപ്പുറത്തൊരു ഹും ചേർത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഹും ഡിഡ് ഹി മീറ്റ് അറ്റ് കോൺഫറൻസ്. അപ്പൊ ആൻസർ എന്താ വരിക? ആരെയാണ് കണ്ടത്? ഹി. മീറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറും? ക്വസ്റ്റ്യനിൽ ഹും ഡിഡ് മീറ്റ് എന്ന് ചോദിച്ചത് ആൻസർ ആവുമ്പോൾ ഡിഡ് ഒഴിവാക്കിയിട്ടാണ് ആൻസർ പറയുക. അപ്പോൾ ഡിഡ് ഒഴിവാക്കുമ്പോൾ നമ്മളുടെ മീറ്റ് എന്ന് പറയുന്നത് മെറ്റായിട്ട് മാറണം. സോ ഡിഡ് പ്ലസ് മീറ്റ് അത് ചേർത്തിട്ടാണ് നമ്മൾ ആൻസറിൽ പറയല്. നമ്മളിപ്പോൾ പാസ്റ്റാ പറഞ്ഞത് അല്ലെ. പ്രസന്റിലുള്ള കാര്യം ഒന്ന് നോക്കിയാലോ. നമുക്ക് പറയാം ഹി പ്ലേസ് ഫുട്ബോൾ. ഹി പ്ലേസ് ഫുട്ബോൾ. നമ്മൾ പഠിച്ചതാണ്. സിമ്പിൾ പ്രസന്റിൽ എങ്ങനെയാണ് സെന്റൻസ് മേക്ക് ചെയ്യാന്ന് ആദ്യം പഠിച്ചതാട്ടോ. അവന് ഫുട്ബോൾ കളിക്കുന്നു. അവൻ ഫുട്ബോൾ കളിക്കുന്നു. ഹി പ്ലേസ് ഫുട്ബോൾ. എന്തുകൊണ്ടാണ് പ്ലേന്റെ കൂടെ എസ് വന്നത്? ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് വേർബിന്റെ എസ് ഫോം നമ്മൾ യൂസ് ചെയ്യണം എന്ന് മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹി ഷീ ഇറ്റൊക്കെ വന്ന വേർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്തിട്ടാണ് നമ്മൾ സെന്റൻസിൽ പറയുക എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഫുട്ബോൾ കളിക്കുകയാണോ എന്നാ ചോദിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ പ്ലേസ് വന്നത് കൊണ്ട് ഡസ് പ്ലസ് പ്ലേ ആണ് പ്ലേസ് എന്ന് ഓർത്ത് വെക്കുക. ഇത് ഞാൻ മുന്നേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തതാണ്. അത് കാണാത്തവർ പോയി കാണാം. അല്ലെങ്കിൽ ഇതിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഡസ് പ്ലസ് പ്ലേ ആണ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓക്സിലറിന്റെ ആവശ്യമുള്ളത് കൊണ്ട് ഡസിനെ അവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. സോ ഡസ് ഹി, പിന്നെ പ്ലേസ് പറയാൻ പാടില്ല, പ്ലേ പറയാൻ പാടുള്ളൂ. ഡസ് ഹി പ്ലേ ഫുട്ബോൾ. അവന് ഫുട്ബോൾ കളിക്കുകയാണോ? ഡസ് ഹി പ്ലേ ഫുട്ബോൾ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും അവൻ എന്താണ് കളിക്കുന്നത് എന്നല്ല ചോദിക്കുക. ജസ്റ്റ് വോട്ട് ഇട്ട് കൊടുക്കുക. വാട്ട് ഡസ് ഹി പ്ലേ. അവൻ എന്താണ് കളിക്കുന്നത്? വാട്ട് ഡസ് ഹി പ്ലേ. അപ്പൊ ആൻസർ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഡസ് വരാൻ പാടില്ല. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള പ്ലേസ് വെച്ചിട്ടാണ് ആൻസർ പറയുക. സോ ഹി പ്ലേസ് ഫുട്ബോൾ. അവന് ഫുട്ബോൾ കളിക്കുകയാണ്. വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ദേ വർക്ക് ഇൻ ഹോം. ദേ വർക്ക് ഇൻ ഹോം. അവര് ഹോമിൽ വർക്ക് ചെയ്യാണ്. ദേ വന്നത് കൊണ്ടാണ് വർക്ക് എന്ന് വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഹിയോ ഷിയോ ഒക്കെ ആണെങ്കിൽ എന്താ വർക്ക്സ് എന്നാണ് വരിക. ഇവിടെ ദേ, ഐ, യു, ദേ, വി ഏതെങ്കിലും പ്ലൂറലൊക്കെ വരികയാണെങ്കിൽ വേർബിന്റെ ബേസ് ആയിട്ടുള്ള ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ദേ വർക്ക് ഇൻ ഹോം. അപ്പൊ നമ്മൾ ചോദിക്കും അവര് ഹോമിൽ വർക്ക് ചെയ്യാണോ എന്നല്ല യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ അവിടെ ഒരു നമുക്ക് ഓക്സിലറിനെ വേണം. ആ ഓക്സിലറി ഡു ആണ് കേട്ടോ. ഡു പ്ലസ് വർക്ക് ആണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഡു ദേ വർക്ക് ഇൻ ഹോം. അവര് ഹോമിൽ വർക്ക് ചെയ്യാണോ? നമ്മൾ പറയും യെസ് ദേ വർക്ക് ഇൻ ഹോം. അപ്പൊ അവർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചൂടെ? അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ തൊട്ടുപുറത്ത് എവിടെ എന്നുള്ളത് ഇട്ട് കൊടുക്കുക. വേർ ഡു ദേ വർക്ക്. എങ്ങനെ വരിക? വേർ ഡു ദേ വർക്ക്. അപ്പൊ നമ്മൾ ആൻസർ പറയും ദേ വർക്ക്. ആ ഡു ഒഴിവാക്കുക. ദേ വർക്ക് ഇൻ ഹോം. ഈസി അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ ടെൻസ് വെച്ചിട്ടുള്ള ഓരോ സെന്റൻസുകളൊക്കെ നിങ്ങൾ ഒരുപാട് സെന്റൻസുകളൊക്കെ പഠിച്ചു. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയും ചെയ്യാം. അപ്പൊ നിങ്ങൾ കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഓരോ സെന്റൻസ് ഉണ്ടാക്കി നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും പറ്റുള്ളൂ കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അത് പിന്നെ ഒരാളെ കാണുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നും നമ്മൾ ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യം ഉണ്ടായിരിക്കില്ല. നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യുക. ഈസി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുകയും ചെയ്യുക. അതിന് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ് വേണ്ടത്. അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. നിങ്ങൾക്കൊരു കമ്പാനിയനെ കണ്ടെത്തുക. അതും ഇല്ലാത്തവരെ ജസ്റ്റ് മിറർ നോക്കിയിട്ട് നിങ്ങൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഏകദേശം 20 days ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് ഫുൾ പ്രാക്ടീസിങ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഒരു ടെൻസും കൂടെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഫുൾ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്ന സെഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
നിങ്ങൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഈ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ സജഷൻസ് കമൻറ്റ് ചെയ്യുക. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ക്ലാസ് എടുക്കാനുള്ള ഒരു മോട്ടിവേഷനായിട്ട്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.